തീർച്ചയായിട്ടും കോവിഡ് കാലത്ത് നമ്മൾ കണ്ട ഏറ്റവും പേടിയോട് കൂടിയുള്ളൊരു അനുഭവം. ഇപ്പോൾ തൃശ്ശൂർ പൂരം ഒഴിവാക്കി, അതിലേക്ക് വരുന്ന അനുബന്ധ പൂരങ്ങൾ ഒഴിവാക്കി, വലിയ പെരുന്നാളുകൾ ഒഴിവാക്കി, വലിയ ആഘോഷങ്ങളെല്ലാം നമ്മൾ ഒഴിവാക്കി. അവിടെ ഉണ്ടായ പ്രശ്നം ഏതെങ്കിലും വിധത്തിലെ ഒരു വിഭാഗത്തിലെ കലാകാരന്മാർ മാത്രമല്ല. അപ്പോൾ തൃശ്ശൂർ പൂരം ഒഴിവാക്കിയപ്പോൾ അവിടെ മേളം നടത്തുന്ന മേളപ്രമാണി മുതൽ ഇങ്ങോട്ടെടുത്താൽ താഴത്ത് ബലൂൺ വിൽക്കുകയും പി വിൽക്കുകയും തത്തയെ കൊണ്ട് ചീട്ടെടുക്കുകയും ചെയ്യുന്ന സാധാരണ മനുഷ്യർ വരെ വലിയ പട്ടിണിയുടെ അനുഭവത്തിലേക്ക് പട്ടിണിയിലേക്ക് പോയത് നമ്മൾ നേരിട്ട് കാണുകയാണ്. അവരുടെ ഒരു പ്രതീക്ഷ ഈ ഉത്സവമാണ്. പൂവിപണി ഉണ്ടാക്കുന്നവർക്ക് ഇനി വേറെ ഒരിടത്ത് കൊണ്ടുപോയത് വിപണി ഒരുക്കാനാകില്ല. ഈ സീസണിൽ എല്ലാ ദിവസവും പരിപാടി ബുക്ക് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് വേറെ ഒരു സ്ഥലത്ത് പോയി ഇത് കളിക്കാനാകില്ല. ഈ പ്രയാസങ്ങളിലെല്ലാം നടുവിൽ ചൂരൽമല നമ്മുടെ മനസ്സിലൊരു കനലരിയുന്ന ഓർമ്മയായി നിൽക്കുമ്പോൾ തന്നെ അതിനെ സഹായിക്കുന്ന മലയാളത്തിൻ്റെ പൊതുമനുഷ്യർക്ക് അവരുടെ ജീവിതത്തിൽ ഇനിയൊരു പട്ടിണിയുടെ അനുഭവം കൂടി ഉണ്ടാകാൻ പാടില്ല. അസിത ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇത്തവണ നമ്മുടെ ഓണ സാഹചര്യം ഇത്ര വലിയ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ പോലും 4800 കോടി രൂപ കടമെടുക്കേണ്ടി വന്നപ്പോൾ പോലും ഒരു മടിയുമില്ലാത്ത വിധം ഏറ്റവും സാധാരണക്കാരനെ ആഘോഷമാക്കണം എന്ന് മുതലാണ് സർക്കാർ ആരംഭിക്കുന്നത്. കേരളത്തിൻ്റെ നിയമസഭയിൽ 5 ഗഡുക്കൾ കേന്ദ്ര ഗവൺമെൻറ് തരാനുള്ള പണത്തിൻ്റെയൊക്കെ ബാധ്യതയും കടമെടുക്കാനുള്ള പരിധിക്ക് നേരെയുള്ള ആക്രമണത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ടൊരു ഘട്ടത്തിൽ 5 മാസക്കാലത്തെ പെൻഷൻ്റെ കുടിശ്ശികയുള്ളൊരു നേരത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കഴിഞ്ഞ ജൂൺ മാസത്തിൽ നിയമസഭയിൽ റൂൾ 300 പ്രകാരം പ്രഖ്യാപിച്ചു. ഇനി മുതൽ എല്ലാ മാസവും കൃത്യമായി പെൻഷൻ കൊടുക്കുമെന്ന് മാത്രമല്ല 5 മാസക്കാലത്തെ കുടിശ്ശിക ഞങ്ങൾ ബാക്കി വെച്ച് പോകില്ല. 2 മാസക്കാലം ഞങ്ങൾ ഈ സാമ്പത്തിക വർഷവും 3 മാസക്കാലം അടുത്ത സാമ്പത്തിക വർഷവും ഞങ്ങൾ വിതരണം ചെയ്യും. ചിലപ്പോൾ പലർക്കും ഇതൊക്കെ കിട്ടുമോ എന്ന പേടിയുണ്ടാകാം. പക്ഷേ ഈ ഓണത്തിന് തന്നെ ഓണമാസത്തെ കുടിശ്ശിക പെൻഷൻ കൃത്യമായി കൊടുത്തതുപോലെ 5 മാസത്തെ കുടിശ്ശികയിൽ 1 മാസത്തെ കുടിശ്ശിക കൂടി കൂട്ടിയപ്പോൾ 3200 രൂപ ഒരു വീട്ടിലേക്ക് വന്നു. 2 പ്രായമായ 60 വയസ്സ് കഴിഞ്ഞ ആളുകളുള്ള ഒരു കുടുംബത്തിന് 6400 രൂപ ഈ ഓണത്തിന് വലിയ സഹായമായിട്ടാണ് ലഭിച്ചത് എന്ന് താഴത്ത് പോകുമ്പോഴുള്ള അനുഭവങ്ങൾ നമ്മളോട് പറയുകയാണ്. 64 ലക്ഷം കുടുംബങ്ങളുടെ കയ്യിലേക്ക് ആ സംഖ്യ കിട്ടുകയാണ്. എന്ന് മാത്രമല്ല, നമ്മുടെ ഹരിതകർമ്മസേന ഉൾപ്പെടെ ഏതെങ്കിലും വിധത്തിൽ ബോണസോ സർക്കാരിൻ്റെ ഔപചാരികമായിട്ടുള്ള ശമ്പളമോ ഇല്ലാത്ത ആളുകൾക്കെല്ലാം 1000 രൂപയെങ്കിലും ഓണത്തിന് നൽകാമെന്നുകൂടി തീരുമാനിച്ചതോടെ ഏറ്റവും സാധാരണക്കാരായ ആളുകൾക്ക് വിപണിയിലെത്താനുള്ള സൗകര്യം സാധാരണ നിലയിലുണ്ടായി. ഹോർട്ടിക്രോപ്പിൻ്റെയും VFPCKയുടെയും കൃഷി വകുപ്പിൻ്റെയും പച്ചക്കറി സ്റ്റാളുകൾ, സിവിൽ സപ്ലൈസിൻ്റെ വില കുറഞ്ഞ വിധത്തിൽ കൊടുക്കാവുന്ന സ്റ്റാളുകൾ, കൺസ്യൂമർ ഫെഡിൻ്റെ സ്റ്റാളുകൾ, ഉറപ്പായിട്ടും അല്പം നിറം എന്ന് മാത്രമല്ല നല്ലതുപോലെ നിറപ്പ് കിട്ടാറത്ത് കൊണ്ടുപോകാൻ നമുക്ക് ആരംഭിച്ചു. കാരണം സാധാരണ നിലയിലൊരു പരിശ്രമം തുടക്കത്തിൽ തന്നെ ചില മാധ്യമങ്ങളെങ്കിലും നടത്തി നോക്കിയത് ഇത്തവണ കൺസ്യൂമർ ഫെഡിൽ അവസാനമാകുമ്പോഴേക്കും സാധനം ഉണ്ടാകില്ല, നേരത്തെ പറഞ്ഞതുപോലെ സിവിൽ സപ്ലൈസിൻ്റെ മാർക്കറ്റിൽ പകുതിയാകുമ്പോഴേക്കും സാധനം കുറയും, ഇതിൽ കിട്ടുന്ന സാധനങ്ങളെല്ലാം ഉണ്ടാകില്ല, ഇങ്ങനെ തുടങ്ങി പല വിധത്തിലുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിച്ചെങ്കിലും 1 മിനിറ്റിന് പോലും അവസരം കിട്ടാത്ത വിധത്തിൽ കേരളത്തിലെ അവരുടെ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഏറ്റവും കൃത്യതയോടുകൂടി ഉത്രാടപ്പാച്ചിലിൽ ആളുകൾ പലതവണ ഓടി വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഒരു കിറ്റ് കൂടി നമുക്ക് ഇത്തവണ സംഘടിപ്പിച്ചു പോകാൻ പറ്റുമെങ്കിൽ കുറച്ചു കാലത്തേക്ക് കൂടി കരുതി വയ്ക്കാം. ആളുകൾക്ക് ഇത്തവണ ഓണത്തിന് പരാതികളേറെ ഇല്ലാതെ, എന്നാൽ പണം കടമെടുത്താണെങ്കിലും കാണം വിൽക്കാതെ തന്നെ ഓണം ഉണ്ണാനുള്ള അവസരം കേരളത്തിലുണ്ട് എന്ന് നമ്മൾ പ്രഖ്യാപിച്ചു. ഇപ്പോൾ കൃഷി വകുപ്പ് നമ്മൾ നോക്കുക, 15% വില കൂടുതൽ കൊടുത്ത് 15 മുതൽ 20% വരെ വില കൂടുതൽ കൊടുത്ത് കർഷകൻ്റെ കയ്യിൽ നിന്ന് പച്ചക്കറി മേടിക്കുകയും അത് അതിനേക്കാൾ വില കുറച്ച് ഉപഭോക്താവിന് കൊടുക്കുകയും ചെയ്യുന്ന അത്ഭുതകരമായിട്ടുള്ളൊരു സംവിധാനം 8 വർഷമായിട്ട് നമ്മൾ തുടരുകയാണ്. ഒന്ന് ചെയ്താലേ മറ്റൊന്നിന് വളമാകൂ എന്നുള്ളത് പഴയ പ്രയോഗമാണെന്നും ഒന്ന് ചെയ്യാതെ മറ്റൊന്നിന് വളമാകുമെന്നും ഞാൻ ആദ്യം MLA ആയി വരുന്ന ഘട്ടത്തിൽ ഒരു പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഒരു പഞ്ചായത്തിലൊരു സുഹൃത്തിനോട് പറഞ്ഞു, സാധാരണ നിലയിൽ ഇടതുപക്ഷ ഗവൺമെൻറ് വന്നാൽ ഇനി പച്ചക്കറിയൊക്കെ ഓണത്തിന് വില കുറച്ച് കൊടുക്കുമെന്ന് പ്രഖ്യാപിക്കും, അപ്പോൾ കർഷകർ വില കിട്ടാതാകും. വളരെ കൃത്യതയോടുകൂടി കർഷകന് വിപണിയിൽ വിൽക്കുന്നതിനേക്കാൾ 20% വില കൂടുതൽ കൊടുത്ത് മേടിച്ച് 20 മുതൽ 30 വരെ വില കുറവിൽ ഉപഭോക്താവിന് കൊടുക്കുക എന്ന മാജിക്ക് തന്നെയാണ് ഇത്തവണയും വിപണിയിൽ ഒരു തെറ്റുമില്ലാതെ നമുക്ക് അവതരിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞത്. അതുകൊണ്ട് ഈ പ്രയാസങ്ങളെല്ലാം ഉണ്ടെങ്കിലും ഏറ്റവും സാധാരണക്കാരായ കലാകാരന്മാർക്ക് അവരുടെ അവസരം നിഷേധിക്കാതെ, നേരത്തെ പറഞ്ഞതുപോലെ പൂക്കൃഷി ഉൾപ്പെടെയുള്ള കച്ചവടക്കാർക്ക് അവരുടെ വിപണികൾ തടുത്തു നിർത്താതെ ഇങ്ങനെ ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ എനിക്കുണ്ടായ ഒരു അനുഭവം, ഈ ദുരന്ത മുഹൂർത്തത്തിൽ നിൽക്കുമ്പോൾ തന്നെ നാട്ടിലെ ചില കുട്ടികൾ സ്കൂളിൽ നിന്ന് വിളിക്കുന്ന അനുഭവം ഉണ്ടായി. അല്ല, ഇത്തവണ
പിന്നെ ഓണം ആഘോഷിക്കാൻ പറ്റാതെ പോകുമോ? നല്ല ഉടുപ്പൊക്കെ മേടിച്ച് വെച്ചിരിക്കുകയാണ് ഓണത്തിൻ്റെ ക്ലാസ് അടയ്ക്കുന്ന ദിവസം പോകാനായിട്ട്. കോളേജിലേക്കൊക്കെ ഒരുങ്ങി പോകാനായിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി അച്ഛനമ്മമാർ പണം തരാമെന്ന് സമ്മതിച്ചിരിക്കുകയാണ്. മേടിക്കാൻ പറ്റാതിരിക്കുമോ എന്ന് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് തന്നെ ആളുകൾ ചോദിക്കുന്ന അനുഭവം ഉണ്ടായി. കാരണം അപ്പോഴാണ് വിപണിയിൽ വസ്ത്രത്തിനൊരു വിലയുണ്ടാവുക, കുട്ടികൾക്കൊന്ന് തയ്യാറായി പോകാൻ പറ്റുക. അവരെല്ലാം ഈ പ്രയാസത്തിലിരിക്കുമ്പോഴും പക്ഷേ ഓരോ ആഘോഷത്തിലും എനിക്ക് തോന്നിയ പ്രത്യേകത, ഞാൻ ഈ കഴിഞ്ഞ 2 ദിവസമായി കാണുന്നത്, എല്ലാ ആഘോഷത്തിലേക്ക് പോകുമ്പോഴും അവിടെ CMDRFൻ്റെ ചെറുതെങ്കിലും ഒരു DD-യോ ഒരു ചെക്കോ തയ്യാറായി ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ ഈ ആഘോഷത്തിൽ സമ്പാദിച്ചതിൽ നിന്ന് അല്ലെങ്കിൽ കളക്ട് ചെയ്തതിൽ നിന്ന് ഒരു ചെറിയ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് CMDRFലേക്ക് ഞങ്ങൾ സംഭാവന ചെയ്യുന്നു. ഞങ്ങളുടെ മനസ്സ് ചുരൽമലയോടൊപ്പമുണ്ട്. ആ പ്രഖ്യാപനമാണ് മലയാളിയെ യഥാർത്ഥത്തിൽ ഈ ആഘോഷത്തിൽ വ്യത്യസ്തമാക്കുന്നത്. ഈ പ്രയാസങ്ങളൊക്കെ പിന്നെ ഉള്ള നടുവിൽ നാം കാണുമ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചും അവർക്ക് വേണ്ടി ഒരു ചെറിയ സംഖ്യ മാറ്റിവെച്ചും ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്ക് ആനന്ദമുണ്ടാകുന്ന വിധത്തിൽ ഈ ഓണം ആഘോഷിച്ചു. നേരത്തെ അസിത പറഞ്ഞതുപോലെ ഇത്തവണ പ്രയാസങ്ങൾ ഒന്നും പ്രകടമായി അവതരിപ്പിക്കാൻ ഒരു സാധ്യത നിഷേധിക്കപ്പെട്ട ആളുകൾ അടുത്ത പരിപാടികൾക്ക് ഉള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതും കേരളത്തിനൊരു പൊതു മനസ്സുണ്ട്. കേരളത്തിനത് തിരിച്ചറിയാൻ കഴിയുന്ന നല്ല വിവേകവും ബുദ്ധിയുമുള്ള ആളുകളാണ്, നല്ലതുപോലെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളുകളാണ്. അവർക്കത് മനസ്സിലാക്കും. അതുകൊണ്ട് ഇത്തവണത്തെ ആഘോഷങ്ങളെ നിറഞ്ഞ ചിരിയോടെ ആളുകൾ വരവേൽക്കുന്നതിൻ്റെ അനുഭവങ്ങളാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. ചില ഘട്ടങ്ങളിൽ പോകുമ്പോൾ ആളുകളുടെ പ്രയാസങ്ങൾ നല്ലതുപോലെ താഴത്തേക്ക് പോകുന്ന ഞങ്ങളെപ്പോലെയുള്ള ജനപ്രതിനിധികളുടെ മുമ്പിൽ ഒരു മറയുമില്ലാത്ത വിധം വീട്ടുകാരനെ പോലെ അവർ പറയാറുണ്ട്. പക്ഷേ ഇത്തവണ പൂർണ്ണമായും ചെന്ന ഇടങ്ങളിലൊക്കെ സന്തോഷപൂർവ്വമായിട്ടുള്ള സ്വീകരണങ്ങളാണ്, നല്ലതുപോലെ ഓണം ആഘോഷിച്ചതിൻ്റെ അനുഭവങ്ങളാണ്. ഇത്തവണ വിപണിയിൽ വൈവിധ്യം ഉണ്ടാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുകൾ നടത്തിയ ശ്രമങ്ങൾ വലിയ വിജയത്തിലാണ്. അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ജാതി, മത, രാഷ്ട്രീയ, വർണ്ണ, വർഗ, ലിംഗവ്യത്യാസമില്ലാതെ മലയാളിക്ക് ഒരു മനസ്സുപോലെ ഓണം ആഘോഷിക്കാനുള്ള അവസരത്തിലേക്ക് വീണ്ടും വന്നു എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും കാണുന്നത്.